മിസ്റ്റർ ബീസ്റ്റ് ഒരു ദുഷ്ടനാണ് എന്നാണ് ഒരുപാട് ആളുകൾ ഇപ്പൊ പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂട്യൂബർ ആയിട്ടുള്ള മിസ്റ്റർ ബീസ്റ്റിന് ഈ ഇടയായിട്ട് നല്ല രീതിയിൽ ഹെയ്റ്റ് കിട്ടുന്നുണ്ട്. ഈ ഹെയ്റ്റിന് കാരണങ്ങൾ പലതാണ്. ഒന്നാമതായിട്ട് മിസ്റ്റർ ബീസ്റ്റിന്റെ ഫുഡ് ബ്രാൻഡ് ആയിട്ടുള്ള ഫീസ്റ്റബിൾസിന്റെയും ബീസ്റ്റ് ബർഗറിന്റെയും ക്വാളിറ്റിയിൽ ആളുകൾ ഒട്ടും തന്നെ ഹാപ്പി അല്ല. ഈ ബീസ്റ്റ് ബർഗേഴ്സ് ഉണ്ടാക്കുന്നത് ഗോസ്റ്റ് കിച്ചൺ മോഡലാണ്. അതായത് ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റിന്റെ കിച്ചണിൽ ഉണ്ടാക്കുന്ന ഫുഡ് ജസ്റ്റ് ഫീസ്റ്റബിൾസിന്റെ ബ്രാൻഡിന് അണ്ടറിൽ കൊടുക്കുന്നു എന്ന് മാത്രം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫുഡിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും പലയിടങ്ങളിലും ഡിഫറൻസസ് വരും. മാത്രമല്ല ഹൈജീൻ ഇഷ്യൂസും വരുന്നുണ്ട്. എന്ന് വെച്ചിട്ട് മിസ്റ്റർ ബീസ്റ്റിന്റെ പ്രൈസ് ഒട്ടും തന്നെ വെട്ടിക്കുറച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഈ ഹൈ പ്രൈസിന് കൊടുക്കേണ്ട ക്വാളിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ് ആളുകളുടെ ഇടയിലുള്ള പൊതുവെയുള്ളൊരു പരാതി. രണ്ടാമതായിട്ട് മിസ്റ്റർ ബീസ്റ്റിന്റെ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ലോഗൻ പോൾ ആൻഡ് KSI. ഇവർ രണ്ടുപേരും വലിയ യൂട്യൂബേഴ്സ് ആണ്. ഇവർക്ക് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡ് ഉണ്ട്, പ്രൈം എന്ന് പറഞ്ഞിട്ട്. ഈ പ്രൈം ആക്ച്വലി മെയിൻലി ടാർഗറ്റ് ചെയ്യുന്ന കുട്ടികളെയും ടീനേജേഴ്സിനെയുമാണ്. പക്ഷെ പ്രൈമിൽ അടങ്ങിയിരിക്കുന്ന ഹൈ എമൗണ്ട് ഓഫ് കഫീൻ കാരണം പ്രൈം പലയിടത്തും ബാൻഡ് ആണ്. മാത്രമല്ല കുട്ടികളുടെ ഹെൽത്തിനെ സ്പോയിൽ ചെയ്യുന്ന ഒന്നും കൂടെയാണ്. പക്ഷെ ഈ KSI ലോഗൻ പോളിന്റെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കാരണം മിസ്റ്റർ ബീസ്റ്റിന്റെ ചാനലിലും അവരോടുള്ള കൊളാബറേറ്റീവ് വീഡിയോസിലൊക്കെ മിസ്റ്റർ ബീസ്റ്റ് ഈ പ്രൈം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത് ആളുകൾ ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. പിന്നുള്ള റീസൺ എന്ന് പറയുന്നത് മിസ്റ്റർ ബീസ്റ്റിന്റെ എക്സ് എംപ്ലോയീസിന്റെ കംപ്ലൈൻസ് ആണ്. അവർ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ മിസ്റ്റർ ബീസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് വളരെ ടോക്സിക്കും സ്ട്രെസ്ഫുള്ളും ആണ്. ആൾക്ക് വീഡിയോയിൽ നിന്നുള്ള പ്രതീക്ഷ എക്സ്പെക്ടേഷൻസ് വളരെ അൺറിയലിസ്റ്റിക് ആണ്. അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്റ്റർ ബീസ്റ്റ് ഇവരെ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ടോക്സിക് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കും എന്നാണ് ഇവർ പറയുന്നത്.